ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്റ്ററി. ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് 7 എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്ന് നമുക്ക് ലോസ് ഓഫ് എക്സ്പോണൻസ് ലോസ് എക്സ്പോണന്റിൽ നമ്മൾ രണ്ട് ലോസ് കണ്ടു കഴിഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു? എ റേസ് ടു ഫസ്റ്റ് ലോസ് പറയുന്നത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എന്താണ്? എ റേസ് ടു എം പ്ലസ് എൻ. ഇവിടെ എന്താണ്? ഇവിടെ വരുന്നത് ബേസ് സെയിം ആണ്, എക്സ്പോണന്റ് അതായത് പവർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് അല്ലെ. അങ്ങനെ വരുന്ന കേസിൽ ബേസ് സെയിം ആയിട്ട് വരുന്ന കേസിൽ എക്സ്പോണന്റ് തമ്മിൽ ആഡ് ചെയ്യുക. എം റേസ് ടു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു എം പ്ലസ് എൻ. അതിന്റെ പ്രോബ്ലം നമ്മൾ കണ്ടതായിരുന്നു. രണ്ടാമത്തത് എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എന്താണ്? എ റേസ് ടു എം മൈനസ് എൻ അല്ലെ. എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ, അതായത് ബേസിന്റെ അടുത്ത് സെയിം ആണ്, എക്സ്പോണന്റ് ഡിഫറെന്റ് ആണ്. എന്നാൽ എന്താണ്? ഡിവിഷന്റെ കേസ് വരുമ്പം എ റേസ് ടു പവർ തമ്മിൽ മൈനസ് ചെയ്യണം. എ റേസ് ടു എം മൈനസ് എൻ, ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനി അടുത്തത് എ റേസ് ടു, അതായത് ബേസ് സെയിം ആയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നാണ്. ബേസ് സെയിം ആയി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷന്റെ കേസ് വരുമ്പോൾ പവർ തമ്മിൽ ആഡ് ചെയ്യണം. ഡിവിഷന്റെ കേസ് വരുമ്പോൾ നമ്മൾ പവർ തമ്മിൽ മൈനസ് ചെയ്യണം. നോക്കിയേ, എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ. ഈ കേസിലാണെങ്കിലോ നമ്മൾ എ റേസ് ടു ദ പവർ എം ദ ഹോൾ റേസ് ടു ദ പവർ എൻ വരുമ്പോ എന്താണ്? എ റേസ് ടു ദ പവർ എം ഇൻറ്റു എൻ. ഇതാണ് മൂന്നാമത്തെ തേർഡ് ലോ പറയുന്നത്. എ റേസ് ടു ദ പവർ എം ദ ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു ദ പവർ എം ഇൻറ്റു എൻ അല്ലേ. ഇനി ഫോർത്ത് ലോ അത് നമുക്ക് നോക്കാം. അതായത് ഒരു എക്സാമ്പിൾ നോക്കി. ഈ രണ്ട് എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. എന്റെ എക്സാമ്പിൾ അതായത് 2 റേസ് ടു 3 ഇൻറ്റു 2 റേസ് ടു 2 ഈസ് ഈക്വൽ ടു എന്താണ്? ബേസ് രണ്ടും സെയിം ആണ്, എക്സ്പോണന്റ് ഡിഫറൻസ് ആണ്. അങ്ങനത്തെ വരുന്ന കേസിൽ എന്താ? 2 റേസ് ടു ദ പവർ 3 പ്ലസ് 2 അല്ലേ. അപ്പൊ എന്താണ് വരുന്നത്? 2 റേസ് ടു ദ പവർ 5 അല്ലേ. ഇനി അടുത്ത കേസ് നോക്കിയേ, ഡിവിഷന്റെ കേസ് നോക്കിക്കേ. 2 റേസ് ടു ദ പവർ 3 ഡിവൈഡഡ് ബൈ 2 റേസ് ടു ദ പവർ 2 എങ്ങനെ വരും? 2 റേസ് ടു ദ പവർ 3 മൈനസ് 2 ഈസ് ഈക്വൽ ടു 2 റേസ് ടു 1. ഓക്കെ. ഇനി നമുക്ക് നോക്കിയേ, എ റേസ് ടു ദ പവർ എം ദ ഹോൾ റേസ് ടു ദ പവർ എൻ. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 2 റേസ് ടു ദ പവർ 3 ദ ഹോൾ റേസ് ടു ദ പവർ 2. ഇങ്ങനെ വന്നാൽ എങ്ങനെ എഴുതാം നമുക്ക്? 2 റേസ് ടു ദ പവർ 3 ഇൻറ്റു 2 അല്ലേ. അപ്പൊ എന്താണ്? 2 റേസ് ടു ദ പവർ 6. ഇനി നമുക്ക് നോക്കിയാൽ അടുത്ത ലോ പറയുന്നത് ഫോർത്ത് ലോ പറയുന്നത് എ റേസ്, അത്രയും നേരം നമ്മൾ കണ്ടത് എന്താണ്? ബേസ് സെയിം ആയിട്ടാണ്, എക്സ്പോണന്റ് ഡിഫറെന്റും ആയിട്ടാണ് നമ്മൾ കണ്ടത് അല്ലെ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഡിഫറെന്റ് എന്നാൽ എക്സ്പോണന്റ് സെയിം. എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു ബി, എക്സ്പോണന്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് അത് ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് 2 റേസ് ടു ദ പവർ 3 ഇൻറ്റു 3 റേസ് ടു ദ പവർ 3 അല്ലേ. നോക്കിക്കേ, ഇതില് ബേസ് ഡിഫറെന്റ് ആണ് എന്നാൽ എക്സ്പോണന്റ് സെയിം ആണ്. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? നമ്മള് 2 ഇൻറ്റു 3 എന്താ എക്സ്പോണന്റ് അതുപോലെ തന്നെ എഴുതും 3 ഉണ്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടും? 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6 റേസ് ടു ദ പവർ 3 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. അതാണ്, അതായത് ബേസ് രണ്ടും ഡിഫറെന്റ് എക്സ്പോണന്റ് സെയിം ആയി കഴിഞ്ഞാൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ റേസ് പവർ ഏതാണ് അത് എടുത്തെഴുതും. ഓക്കെ ആണല്ലോ. ഇനി ഫിഫ്ത്ത് ലോ പറയുന്നത് എ റേസ് ടു എം ഡിവൈഡ് ബൈ ബി റേസ് ടു എം. ഈ കേസ് എങ്ങനെയാണ് നോക്കിക്കേ. എ ബൈ ബി
എ റേസ് ടു ബി ദ ഹോൾ റേസ് ടു എം. ഇതും സെയിം അതുപോലെ തന്നെ. ഇതിന്റെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എങ്ങനെയാണ്? 2 റേസ് ടു ദ പവർ 3 ഡിവൈഡ് ബൈ 3 റേസ് ടു ദ പവർ 3. ഇതെങ്ങനെ വരും? അതായത് 2/3 2 റേസ് ടു ദ പവർ 3 ദ ഹോൾ റേസ് ടു 3. എങ്ങനെയാ വരുന്നത്? 2/3 ദ ഹോൾ റേസ് ടു 3. ഇങ്ങനെ ഇതല്ലാതെ ഇങ്ങനെ എഴുതാൻ പറ്റും കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. ഫസ്റ്റ് ലോ പറയുന്ന എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ റേസ് ടു എം ഇൻറ്റു എൻ. ഇനി എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ദ ഹോൾ റേസ് ടു എം. A raised to m divided by b raised to m is equal to a by b the whole raised to m. അതായത് ഇത് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ബേസ് രണ്ടും സെയിം ആണ്. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ അത് എക്സ്പോണൽ തമ്മിൽ ആഡ് ചെയ്യും. എന്നാൽ ഡിവിഷന്റെ കേസ് വരുമ്പോഴത്തേക്കും ബേസ് രണ്ടും സെയിം ആണെങ്കിൽ എക്സ്പോണൽ ഡിഫറൻറ്റുമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും അല്ലെ. പിന്നെ എ റേസ് ടു ദ പവർ എം ദ ഹോൾ റേസ് ടു ദ പവർ എൻ. അങ്ങനെ വരുന്ന കേസിൽ എ റേസ് ടു എം ഇൻറ്റു എൻ. പിന്നെ ബേസ് രണ്ടും ഡിഫറെന്റ് ആയിക്കഴിഞ്ഞാൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പവർ എടുത്തെഴുതുക. ഡിവിഷന്റെ കേസിലും അതുപോലെ തന്നെ. ഓക്കെ, ഈ ലോ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഈ ലോ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ? ഈ ലോ നന്നായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് ഇത് വെച്ചിട്ട് എക്സസൈസ് ക്വസ്റ്റ്യൻ ചെയ്യാം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.